ഈ പ്രൊപ്പഗൻഡ കൊണ്ട് ഒരിക്കലും പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പം നമ്മളിപ്പം ഈ സിനിമയിലൊക്കെ പ്രൊപ്പഗൻഡ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അതിനെതിരൊക്കെ വരുന്നത് ആൾക്കാർ. എന്തിനെ പറ്റിയാണെങ്കിലും അത് ഇന്ന ഒന്നിനെ പറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ന് പറയുന്നതുകൊണ്ടല്ലേ മറ്റവൻ പറയുന്നു അല്ല പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് മറ്റൊരു പ്രൊപ്പഗൻഡ എന്നുള്ളത്. അപ്പോൾ പ്രൊപ്പഗൻഡ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു കലയ്ക്ക് പറ്റുന്ന സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രൊപ്പഗൻഡ ദ ലീസ്റ്റ് പ്രൊപ്പഗൻഡ ഈസ് ദ ബെസ്റ്റ് പ്രൊപ്പഗൻഡ എന്നാണ് പ്രൊപ്പഗൻഡയെ പറ്റി തന്നെ പറയുന്നത്. നമ്മൾ അറിയാതെ അവരിലേക്ക് എത്തിക്കണം. അവരറിയരുത്. അങ്ങനെയാണ് ഏറ്റവും നല്ല ഈ വലിയ പ്രസംഗിക്കുമ്പോൾ അവൻ ഇസങ്ങളൊന്നും സംസാരിക്കില്ല, പക്ഷേ അറിയാതെ അതിനകത്തുണ്ടാകും. അതുതന്നെയാണ് സിനിമയിലും വേണ്ടത്, നാടകത്തിലും വേണ്ടത് തന്നെയാണ്. അച്ഛൻ്റെ നാടകങ്ങളൊക്കെ ഉള്ള വിമർശനങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോഴൊക്കെ അത് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞോ എന്ന് തോന്നും, പക്ഷേ പ്രേക്ഷകനൊന്നും തോന്നുമില്ല. ആ വിമർശിക്കുന്ന രീതിയല്ല. കുഞ്ചൻ നമ്പ്യാർ എന്തായിരുന്നു ഇത്രയും കൂടുതൽ വിമർശിച്ചുള്ള അദ്ദേഹത്തിന് ആ കാലത്ത് രാജാവിനെ വരെ വിമർശിച്ചിരുന്നു. വിമർശനം തോന്നുകയല്ല. ഈ എമ്പുരാൻ ഒരു പ്രൊപ്പഗൻഡ ആണെന്നാണ് ചേട്ടൻ പറയുന്നത്. എമ്പുരാൻ ഞാൻ കണ്ടില്ല, എനിക്ക് എന്താ അതിൻ്റെ കണ്ടന്റൊന്നും അറിയില്ല. അല്ല ഈ പറയുന്ന കേൾക്കുന്നതല്ലാതെ ഞാൻ എമ്പുരാനെ പറ്റിയല്ല പറഞ്ഞത്. ഏതൊരു കാര്യമാണോ നമ്മളൊരു പ്രൊപ്പഗൻഡയായിട്ട് ഉപയോഗിക്കുന്നത്, അത് പ്രൊപ്പഗൻഡ എന്ന് തോന്നിയാൽ നമ്മൾ വിചാരിക്കുന്ന ആ സംഭവം എത്തുകയല്ല. അതവർ പറയുന്നതിലേ തോന്നുള്ളൂ. ഒരു പ്രത്യേക വിഭാഗം ആ വിഭാഗത്തിന് വേണ്ടി പറയുന്നു എന്നല്ലേ തോന്നുള്ളൂ. അത് നമ്മളെന്തെങ്കിലും മാറ്റം വരുമോ? അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്, അത് കണ്ടാൽ വല്ല മാറ്റം വരില്ല ആർക്കും. അതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനേ പറ്റുള്ളൂ, നന്മയുണ്ടാക്കാൻ പറ്റില്ല. അത് ഈ പറഞ്ഞ അത്. പക്ഷേ ഈ കോൺട്രവേഴ്സിനെ എങ്ങനെയാണ് ചേട്ടൻ കാണുന്നത്? ഞാൻ വളരെ പുച്ഛത്തോടു കൂടി കാണുന്നത്, തികഞ്ഞ പുച്ഛത്തോടു കൂടി കാണുന്നത്. എന്ത് കോൺട്രവേഴ്സി അതാരുണ്ടാക്കിയാലും ശരി. പക്ഷേ ഇവർ ഫോഴ്സ്ഫുള്ളായിട്ട് ഇപ്പം ഡിലീറ്റ് ഫോഴ്സ്ഫുൾ അല്ല വോളണ്ടറി എന്ന് പറയുന്നു. അതല്ലേ ഇതൊക്കെ നമ്മളെ അത് നമുക്കിതിൻ്റെ അത് എന്തൊക്കെ പറയുന്നതിനെപ്പോൾ എന്തെല്ലാം വേർഷനൊക്കെ നിങ്ങൾക്ക് പോലും കേൾക്കാത്ത വേർഷൻ ഞാൻ കേൾക്കുന്നുണ്ട്. അതൊക്കെ ആയിരം കുറേ ഓരോരുത്തർക്കും ഈ എങ്ങനെ വേണേൽ അത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് പറയാം. അത് ആത്യന്തികമായിട്ട് പ്രേക്ഷകൻ എന്തെങ്കിലും ഗുണം വേണ്ടേ, മനുഷ്യൻ എന്തെങ്കിലും ഗുണം വേണ്ടേ? പണ്ട് ഇത് നമ്മളുടെ സിനിമ ഇതില് ചേട്ടൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഞാൻ പറയാം, അച്ഛൻ്റെ നാടകങ്ങൾ എന്ത് വിമർശനാത്മകമായ നാടകങ്ങളായിരുന്നു. ഈ കാലഘട്ടത്തിൽ നാടകങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും തോന്നിയിട്ടുണ്ടോ? എനിക്ക് ക്രോസ് ബെൽറ്റും പലതിലും ക്രോസ് ബെൽറ്റ് ഒക്കെ ഇപ്പൊ ഈയിടെ കളിച്ചല്ലേ ക്രോസ് ബെൽറ്റ്. അല്ല, ഈ സമയത്ത് അത് ആദ്യമായിട്ട് ഇറങ്ങുന്ന ഇപ്പോഴായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു പറഞ്ഞ രീതിയാണ്, പറഞ്ഞ രീതിയിൽ സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിലാണ് പ്രശ്നമായിട്ട് വരുന്നത്. എന്നാലും അങ്ങനെ ഒരു റീ എഡിറ്റിംഗ് അല്ലെങ്കിൽ റീസെൻസർഷിപ്പ് ഒന്നും അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല അല്ലേ നമ്മുടെ ഇല്ലെന്നാ തോന്നുന്നത് സിനിമയിൽ? അങ്ങനെ ഇത് ആരും പറഞ്ഞിട്ടില്ല ചെയ്യുന്നെന്ന് പറയുന്നു. പിന്നെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടാണെന്ന് പറയുന്നത് എന്തൊക്കെ അതിൻ്റെയൊക്കെ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് ഈ പറഞ്ഞ മതി. അതൊരു പറയേണ്ട കാര്യമായിട്ടേ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈ സിനിമയിൽ ഇമേജ് ഒരു വലിയ, ഇപ്പം മോഹൻലാലിന് തന്നെ അമാനുഷികമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ട് അമാനുഷനായിട്ട് വർക്ക്, പിന്നെ താഴേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ഒരു അങ്ങനെ അത് സ്റ്റാർഡമാണ്. അതായത് അതൊരു പ്രോഡക്റ്റാണ്. അത് ഏതൊരു ഇപ്പം രജനീകാന്ത്, ഇപ്പം മോഹൻലാൽ, അത് സ്റ്റാർഡമാണത്. അത് ആ പ്രോഡക്റ്റ് ആകുമ്പോൾ അതിനെ വിൽക്കണമെങ്കിൽ അതിൻ്റേതായ ചില സംഭവങ്ങൾ വേണം. ഉദാഹരണത്തിന് മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് വഴിയിൽ നിന്ന് പുതിയൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛനാണെന്ന് ആരും വിശ്വസിക്കില്ല. മനസ്സിലായോ? അപ്പോൾ പുതിയൊരു നടൻ വന്നിട്ട് അയാൾക്കൊരു അച്ഛനായിട്ട് വേറെ ആൾ വന്നാൽ വിശ്വസിപ്പിക്കാൻ പറ്റും. അപ്പോൾ മോഹൻലാലിനെ പോലോ അങ്ങനത്തെ ഒരു കാര്യം. ഇപ്പം രജനീകാന്തിൻ്റെ അച്ഛനായിട്ട് ഇപ്പോൾ അതുപോലൊരാളാണെങ്കിൽ വിശ്വസിക്കുമല്ലോ ഒക്കെ. ആ ഒരു വിശ്വസിപ്പിക്കലിൻ്റെ അത് ഞാൻ പറഞ്ഞ ഒരു പ്രോഡക്റ്റായി തീരുക. അവിടെ എപ്പോഴും എനിക്കങ്ങനെ ഒരു ഇമേജ് ഉണ്ടാവരുത് എന്നുള്ളത് എൻ്റെ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ. ഈ ഇമേജ് കാരണം ഇങ്ങനെ റിയലിസത്തിൽ നിന്ന് ഒരുപാട് അകന്ന് പോവുകയാണല്ലോ. അതുകൊണ്ട് അമാനുഷികമായിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ഈ ക്യാൻവാസ് തന്നെ അങ്ങ് വളർന്നു പോകുന്നു, ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നു. പ്രേക്ഷകൻ അത് അംഗീകരിക്കുന്നുണ്ടാവും. സാർ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രം നോക്കുകയാണെങ്കിൽ ഒരു വില്ലനായിരിക്കാം,
പിന്നെ വരുന്ന വെരി നെക്സ്റ്റ് സിനിമയിൽ വീട്ടിലെ ഒരാളായിരിക്കാം, ഒരു സുഹൃത്തായിട്ടായിരിക്കാം. ഇപ്പം ഈയിടെയായിട്ട് നോക്കുകയാണെങ്കിൽ കിഷ്കിന്ധാകാന്ഡം പോലെ ഒരു സിനിമയിലൊക്കെ വളരെ പ്രായമായിട്ടുള്ള കിഷ്കിന്ധാകാന്ഡത്തിലാണെങ്കിലും പൂക്കാലത്തിലാണെങ്കിലും അപ്പം ഇങ്ങനെ ഓരോ ക്യാരക്ടറും ഭയങ്കര വ്യത്യസ്തമാണ്. അപ്പോൾ കയ്യിലേക്ക് ക്യാരക്ടർ കിട്ടുമ്പോൾ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ചെയ്യാറുണ്ടോ ഇങ്ങനെ ആയി മാറാൻ വേണ്ടിയിട്ട്? ഉണ്ട്. അങ്ങനെ ഞാൻ കുത്തിയിരുന്നിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചൊന്നും ചെയ്യാറില്ല. അങ്ങനെയല്ല, അത് നമ്മളിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ ഹോണ്ട് ചെയ്യുന്നത്. ഒരു നിമിഷം നേരം പോരുന്ന ഇത് ആലോചിക്കാം, മുറിയൊക്കെ അടച്ചിട്ട് ഇരുന്നിട്ടേ ഇല്ല. അങ്ങനെ ഇരുന്നാൽ ഒട്ടും സംഭവിക്കുകയില്ല. അയാളെ ഈ പറഞ്ഞ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കും എന്നാൽ നമ്മൾ ആലോചിക്കും, എങ്ങനെ ആയിരിക്കും അയാൾ. 100 വയസ്സുണ്ട്, അപ്പോൾ എങ്ങനെ ആയിരിക്കാം എന്നാണ്. പിന്നെ ഈ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു കൈക്കൊരു ചലനം കൊടുത്തിട്ടുണ്ട് പ്രായത്തിൽ. അതൊരു ത്രൂട്ട് ആൾക്കാരിലേക്ക് നമ്മളെ ശ്രദ്ധിപ്പിക്കാൻ പറ്റും. അത് ഞാൻ ഒരാളെ കണ്ടിട്ട് ആണ്ട് 2 പേരിൽ ഇത് ഇങ്ങനെ അനങ്ങുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് നോക്കിയിട്ട് എനിക്കത് പറ്റുന്നില്ല. അപ്പം ഞാൻ ഈസിയായിട്ട് എനിക്കിത് പറ്റും. പിന്നെ ഇത് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് കൈ അനക്കല്ലോ എന്ന് ഓർമ്മിപ്പിക്കും. എന്ന് വെച്ചാൽ ചില മാനറിസങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന, പിന്നെ അയാളെ പ്രായമാകുമ്പോൾ ബ്രീത്തിങ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ, തീരെ കൊച്ചുകുട്ടിയൊക്കെ എത്രയോ നമ്മളെക്കാളൊക്കെ ഇരട്ടിയോ മറ്റാണ് അതിൻ്റെ ഹാർട്ട് ബീറ്റ്. അത് പ്രായമായി വരുമ്പോൾ ഹാർട്ട് ബീറ്റ് നമ്മുടെ ഒപ്പം ആവുള്ളൂ. ഇത് പ്രായമാകുമ്പോൾ ബുദ്ധിമുട്ട് വരും നമുക്കത്. അത് എൻ്റെ ശ്വാസം തന്നെ അതിൻ്റേതായ രീതിയിൽ ഞാൻ ആ ക്യാരക്ടറിൻ്റേതാക്കി തീർക്കാം. മറ്റേ ഇതിനാണ് അയാൾക്ക് കുറച്ചുകൂടി മറ്റേ കിഷ്കിന്ധാകാന്ഡത്തിലാണെങ്കിൽ അയാൾക്കൊരു പരിഭ്രമം, ഓർക്കാനൊക്കെ ബുദ്ധിമുട്ട്. ഒരു എപ്പോഴും വാണ്ടറിങ് മൈൻഡായത്, ഓർത്തെടുക്കാനും പിന്നെയൊക്കെ മറക്കാനും ചില കാര്യം ഓർക്കുമല്ല വേണ്ട. അപ്പം അങ്ങനെ അയാളെ ശ്വാസോച്ഛ്വാസം വ്യത്യാസമുണ്ട്. അങ്ങനെ നമ്മളിൽ തന്നെ ഉള്ള നമ്മളിൽ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യുന്നത് ഓരോ നിമിഷവും ഞാൻ അറിഞ്ഞുകൊണ്ട്, എൻ്റെ ഒരു നിമവെട്ടൽ പോലും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ. പിന്നെ ആ കഥാപാത്രത്തിൻ്റെ ആണെന്ന് തോന്നിപ്പിക്കുക, മേക്ക് ബിലീഫ് ആണെന്നൊക്കെ തോന്നത്തക്ക രീതിയിൽ ഞാൻ ചെയ്യുന്നതാണത്. എല്ലാം ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ ആകുന്നതേ അല്ല അങ്ങനെ ഈ കഥാപാത്രമായി തീരാറില്ല. നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് പർട്ടിക്കുലർ നമ്മുടെ സ്ക്രിപ്റ്റിൽ ഇച്ചിരി ഡിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവൈസേഷൻ കൊണ്ടുവരാം, നമ്മളുടേതായ ഇൻപുട്സ് കൊടുത്തിട്ട്. എല്ലാ ഇൻപുട്സും നമ്മുടെ അല്ലേ. ഒരിക്കലും ഒരു നടനെ ഒരു ഡയറക്ടർക്കും ഒരു നടനെ ഒരു കഥാപാത്രം പറഞ്ഞുകൊണ്ട് അയക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ എനിക്ക് എല്ലാ അഭിനയത്തിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ എന്നെ ഒരിക്കലും അച്ഛനെ കഥാപാത്രമാക്കാൻ അച്ഛനെ കൊണ്ട് പറ്റില്ല. അത് എന്നിൽ തന്നെ ഉണ്ടാവേണ്ടതാണ്. എന്നോട് അത് നീന്തൽ പോലെയാണ്. നമ്മൾ നീന്തൽ കൈയും കാലും ഇട്ട് അടിക്കുക എന്നൊക്കെ പറയാം. ഈ കൈ അടിക്കുക, മറ്റേ കാലം വേണം, മറ്റേ കാലിങ്ങനെ വയ്ക്കുക, ഈ കാല് വേണം, ബട്ടർഫ്ലൈ ഇതാണെങ്കിൽ 2 കൈയും വേണം എന്നൊക്കെ പറയാം. ഇത് ആർക്കാ വരേണ്ടത്? നമുക്ക് തന്നെ സംഭവിക്കേണ്ടത്, നമ്മളിലുണ്ടാവേണ്ട എന്ന് പറഞ്ഞ പോലെ ഈ കഥാപാത്ര സൃഷ്ടി എന്നുള്ളത് നമ്മളിൽ തന്നെ ഉണ്ടാവേണ്ടത്. ഞാനെന്നുള്ള വ്യക്തിയിൽ നമ്മൾ തന്നെ എന്നിലേക്ക് എത്തിക്കുക ക്യാരക്ടറിനെ. ആ പ്രായം, അയാളുടെ ജീവിത സന്ദർഭം, അയാളുടെ മാനറിസങ്ങൾ, അയാളുടെ ശബ്ദം, എല്ലാം അയാളുടെയാണ്. അയാളെ എന്നിലേക്ക് എത്തിക്കുകയാണ്. അല്ല ഞാൻ അയാളായി തീരുകയല്ല, എന്നിലേക്ക് കാരണം ഞാൻ എത്തിക്കുക. ഞാൻ ആ കഥാപാത്രമാകുക എന്നുള്ളത് എനിക്ക് ഭംഗിവാക്ക് പോലെ ഞാൻ അങ്ങനെ ആയിത്തീർന്നു എന്നൊക്കെ പറയാമെന്നല്ല, അതൊരിക്കലും അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മൾ അയാളാണെന്ന് പ്രേക്ഷകനെ വിശ്വസിപ്പിക്കത്തക്ക രീതിയിലുള്ള ശബ്ദങ്ങളും ചലനങ്ങളും മാനറിസങ്ങളും എല്ലാം നമ്മൾ സൃഷ്ടിക്കുന്നു. അതെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടിടണം, അത് ഒന്നിച്ച് വരണം. അതാണ് ഒരു നടൻ്റെ മിടുക്ക്. അത് എത്രയും അനായാസമായിട്ട് വരുന്നു. ഒട്ടും പ്രേക്ഷകൻ കാണുമ്പോൾ എന്ത് ബുദ്ധിമുട്ടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുഴപ്പമാണ്. അപ്പോൾ എന്നോട് ചേട്ടാ ആ ക്യാരക്ടർ വലിയ ബുദ്ധിമുട്ടില്ലേ എന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമാണ്. അത് ഞാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അനായാസം വേണ്ടതാണ് അഭിനയം. അപ്പോൾ പിള്ളേരുടെ ക്യാരക്ടറെ നമ്മൾ സൊസൈറ്റിയിലും അങ്ങനെ അധികം ആൾക്കാരെ കാണുന്നില്ലല്ലോ. ഞാനും കണ്ടില്ല. അപ്പം അത് ആ ഒരു ഈ മാനറിസംസ് ആണെങ്കിലും മുഖത്തെ പരിഭ്രമമാണെങ്കിലും അതൊക്കെ എങ്ങനെയാ, അത് ക്യാരക്ടർ കയ്യിൽ കിട്ടിയപ്പം കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നിയായിരുന്നു? അല്ല, അങ്ങനെയല്ല. ഞാനിപ്പോൾ ഈ മുഖത്ത് നമ്മളൊന്നും വരുത്തല്ല. മുഖം കൊണ്ടല്ല അഭിനയിക്കേണ്ടത്, മനസ്സുകൊണ്ടാണ് അഭിനയിക്കേണ്ടത്. മുഖം കൊണ്ടേ അല്ല എന്ന് വിശ്വസിക്കുന്നതാണ്. അത് നമ്മുടെ മനസ്സിലുണ്ടാവുകയാണ്. എൻ്റെ മനസ്സിലതിനകത്ത് ഞാൻ ഒരു ശരിക്കും പറഞ്ഞാൽ സ്വിച്ചായിട്ട് വന്നത് അച്ഛന് എഴുതുന്ന രാത്രിയിലാണ് കൂടുതൽ എഴുതുന്നത്. അപ്പം ഇങ്ങനെ എഴുതിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ
ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ബുക്കിലായിരുന്നു, പേപ്പറിലല്ല, ബുക്കിൽ, വലിയ ലെഡ്ജർ ബുക്കിലാണ്. അപ്പോൾ എഴുതിയിട്ട് ചിലപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ എഴുതിയതിനെ പറ്റി തന്നെ എഴുതാനുള്ളതിനെ പറ്റി ആലോചിച്ചിട്ട് ചെറിയ ചിരിയൊക്കെ വരും. അപ്പോൾ പേന ഇവിടെ തന്നെ ഇരിക്കും, പക്ഷേ ഈ വിരലിങ്ങനെ ചിലപ്പോൾ ഇങ്ങനൊരു വെപ്പുണ്ട്. ഞാൻ ഈ ഇതിനകത്ത് കിഷ്കിന്ധാനകത്ത് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് എൻ്റെ ചെറിയ സ്വിച്ച് അതാണ് ശരിക്കും. ഞാൻ അവരോട് ആദ്യം പറഞ്ഞു, തുടങ്ങിയപ്പോഴേ പറഞ്ഞു, എന്നുവെച്ചാൽ പ്രേക്ഷകൻ ഒരിക്കലും ഇയാൾക്ക് ഈ പ്രശ്നമുള്ള ആളാന്ന് തോന്നരുത്. അങ്ങനെയുള്ള ആദ്യ സിനിമ കാണുമ്പോൾ ഇയാൾ നോർമൽ മനുഷ്യൻ, ദേശക്കാരനാണ്, എന്താ ഇല്ല പറ്റിയല്ല, ഇതൊക്കെ പറയുന്നുള്ളൂ. ഗ്രാജുവലായിട്ടേ മനസ്സിലാവുള്ളൂ. അപ്പം പ്രകടമായിട്ടൊന്നും തോന്നരുത്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു പയ്യനെ കണ്ടത് ഇങ്ങനെ ഒരു പയ്യനെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന പയ്യനെ കണ്ടിട്ടുണ്ട്. അവന് ഓർമ്മ പ്രശ്നമുള്ള പയ്യനാണ്, എപ്പോഴും ഇങ്ങനെ പറ്റുന്നുണ്ട്. അവന് ഒരു വല്യമ്മയാണ് കണ്ടു, ആ വല്യമ്മ ഇങ്ങനെയൊക്കെ വല്യമ്മ അത്. പക്ഷെ അതൊന്നും നമുക്ക് പറ്റുകയില്ല. അപ്പം ഞാൻ ഇത് പെട്ടെന്ന് എനിക്ക് ഇയാൾ ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ വർത്തമാനം വന്നുകൊണ്ടിരിക്കും, പ്രേക്ഷകർ ശ്രദ്ധിക്കുകയില്ല. ഇത് കുറച്ച് കൂടിക്കൂടി വരുമ്പോൾ എനിക്ക് പരിഭ്രമം കൂടിക്കൂടി വരുമ്പോഴത്തേക്കും ഈ വിരലുകൾ മാറും, ഈ വിരലിനകത്തോട്ടാകും. പിന്നെ അതൊക്കെ കുറച്ച് കൂടി കയ്യിലേക്കാകും. ശ്വാസോച്ഛ്വാസം അയാൾക്ക് പരിഭ്രമമാകും. ആ പരിഭ്രമം കയ്യിലേക്കും ഒക്കെ ഇത് ചെയ്യുക, അത് കാലിലോട്ട് വരും. ആണ് കാലിലൊക്കെ ഇത് വരുന്നത്. പിന്നെ അയാളുടെ കൺട്രോൾ പോവുക. അതാണ് സ്പിൻറ്റർ മതി ലൂസായി പോകുന്നതാണ് മൂത്രം പോകുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ഏകദേശം നമ്മൾ ഇവിടം മുതൽ എവിടം വരെ എത്തുന്നു അത് ആ ഒരു ഗ്രാഫൊക്കെ ചിന്തിക്കും. അത് നമുക്ക് സമയം എന്തെങ്കിലും ഇതായിരിക്കും, ഇതുകൊണ്ടായിരിക്കും, അതൊക്കെ ഭാഗ്യം അങ്ങനെ തോന്നുന്നത് എന്നുള്ളതാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ ചില സീനൊക്കെ അഭിനയിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് അന്നേരം ആരോടും പറഞ്ഞിട്ടൊന്നും അന്നേരം നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അന്നേരം അത് നമുക്ക് ആ കഥാപാത്രത്തിന് പറ്റുന്ന സംഭവം കൂടിയാണ്.